യെസ്, വൺസ് അഗെയിൻ ഗുഡ് ഈവനിങ് ടു ഓൾ മൈ ഡിയർ സ്റ്റുഡൻസ്. കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. എനിവേ ട്രയാങ്കിൾസ് ഉണ്ട്, പക്ഷെ എത്തുമെന്ന് അറിയില്ല. എനിവേ നമ്മൾ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യും കേട്ടോ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഒന്ന് ചിരിച്ച് നോക്കട്ടെ. ഭയങ്കര വിഷമത്തിൽ ഇരിക്കണ്ടല്ലോ. ആരാണ് നമ്മുടെ ആൻലിയ ഇവിടെ? ഭയങ്കര വിഷമാണല്ലോ സാറേ. മാത്സ് അല്ലേ? മാത്സ് സാറിനെ കണ്ട് മടുത്തു. മറ്റു സാറന്മാരെ വരും, പേടിക്കണ്ട. ഓക്കെ, നാളെ വരും കേട്ടോ. യെസ്, ഓക്കെ. അപ്പോ നമ്മൾ എന്ന് പഠിക്കുന്നത് എന്താണ്? അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെ കണ്ടന്റ് ആണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലോ? യെസ്. അപ്പോ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇനി കൂടുതൽ വലിച്ചു നീട്ടണില്ല. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വാട്ട് ഈസ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ, വാട്ട് ഈസ് കോമൺ ഡിഫറൻസ്, വാട്ട് ഈസ് nth ടേം ഓഫ് എൻ AP. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ AP. രണ്ട് തരത്തിൽ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും, അതുപോലെ തന്നെ ഫസ്റ്റ് ടേം എയും കോമൺ ഡിഫറൻസ് ഡിയും, നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ എന്നും അറിയാമെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ Sn is equal to n/2 into 2a plus n minus 1 into d ആണ്. അതല്ല ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം ഇസ് ഗിവൺ ആണെങ്കിൽ ഇറ്റ് ഈസ് എന്താണ് n/2 into a plus ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ n കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പ്രോബ്ലത്തിൽ നമുക്ക് ചിലപ്പോൾ n കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ലാസ്റ്റ് ടേം തന്നിട്ടുണ്ടെങ്കിൽ ഒന്നിലോ an is equal to ലാസ്റ്റ് ടേമിനോട് ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് a plus n minus 1 into d is equal to the ലാസ്റ്റ് ടേം. അതിൽ നിന്ന് നമ്മൾ n കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ n കണ്ടുപിടിക്കാം ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ചെയ്താലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? n കണ്ടുപിടിക്കാം. അപ്പൊ വലിയ പ്രോബ്ലംസ് വരുമ്പോൾ n എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. നമ്മൾ n is equal to an minus a1 by d plus 1. ആ ഇക്വേഷൻ അറിയാലോ. n equal to last term minus first term by common difference plus 1. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. ഉണ്ടെങ്കിൽ ഇപ്പൊ കൈവച്ച് കാണിക്കണം കേട്ടോ. ഇനി പറയലുണ്ടാവില്ല. ഇല്ല, ആരുമില്ല. യെസ്, n is equal to അപ്പോ ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷനും കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. യെസ്. അപ്പോൾ ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ എനിവേ നമുക്ക് പ്രോബ്ലം വരുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. യെസ്. അപ്പോൾ CBSE ചോദിച്ചിട്ടുള്ളതും ചോദിക്കാവുന്നതുമായിട്ടുള്ള പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വേഗാവട്ടെ. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി AP. APയുടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് എന്താണ് സെക്കൻഡ് ടേം ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോർമലി നമുക്ക് തരാറ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ എന്താണ് തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം എന്ന രീതിയിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ടേം D കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ an മൈനസ് എന്താണ് an മൈനസ് 1 ആണ്. ഇവിടെയാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു that is a2 minus a1. ഇവിടെ നമ്മൾ എന്താ എടുക്കാൻ പോണേ? a2 minus a1 ആണ്. So 1 minus 3b divided by 3 minus 1 by 3 എന്നാണ്. രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 1 minus 3b minus 1 divided by 3 എന്നാണ്. മൈനസ് 1ഉം പ്ലസ് 1ഉം കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? മൈനസ് 3b divided by 3 എന്നാണ്. 3 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ് എന്ന് കിട്ടും? -b ആണ് എന്ന് കിട്ടും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. യെസ്, ഇതേ പാറ്റേണിൽ തന്നെ CBSE ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നോക്കട്ടെ ഒരു മിനിറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2q ട്ടോ. 1/2q കോമ അതുപോലെ തന്നെ 1 മൈനസ് 2q ഡിവൈഡഡ് ബൈ 2q, അതുപോലെ തന്നെ എന്താണ് കോമ 1 മൈനസ് 4q ഡിവൈഡഡ് ബൈ 2q എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ 2013 രണ്ട് പേപ്പറിലായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് 1 മൈനസ് 2b ഉണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? സെക്കൻഡ് ടേം മൈനസ് സെക്കൻഡ് ടേമിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് ടേം ആയിട്ടുള്ള ആരെ കുറയ്ക്കും? 1 മൈനസ് 2q കുറയ്ക്കുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ പോലെ തന്നെ 1 മൈനസ് 2q മൈനസ് 1 ഡിവൈഡഡ് ബൈ 2q ആണ്. രണ്ടും കട്ട് ചെയ്ത് പോയി. എന്തുണ്ടായി? 2 കട്ട് ചെയ്ത് പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2q. ഒരു മിനിറ്റ്. മൈനസ് 2q ഡിവൈഡഡ് ബൈ എത്രയാണ്? 2q ആണ്. കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുക? -1 എന്നാണ് കിട്ടുക. ക്ലിയർ ആണെങ്കിൽ കൈവച്ച് കാണിച്ചാൽ അങ്ങനെ ഒരു പാറ്റേണും ഒരു ക്വസ്റ്റ്യനും എവിടെ ചോദിച്ചിട്ടുണ്ട്? CBSE
2013 ചോദിച്ചിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് ഇത് രണ്ടും കേട്ടോ. യെസ്, വേഗാവട്ടെ. ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ യെസ്, എന്താണ് ആര്യൻ? ഞങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ബിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ബിയുടെ വാല്യൂ നമുക്ക് ഈ ഒരു ടേമിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് നോർമലി തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ട്ടാ. എന്തെങ്കിലും ലാസ്റ്റ് ടേമോ എന്തെങ്കിലും ഒക്കെ തന്നിട്ടുണ്ടാവും അതിന്റെ ഉള്ളിൽ ട്ടാ. അല്ല, 2 ഡി എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, എങ്ങനെ എടുത്താലും അങ്ങനെ തന്നെ ഉണ്ടാവും. 2 ടി എവിടെ എടുത്തിട്ട്, അതായത് നമുക്ക് അപ്പുറത്തെ തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം രണ്ടും എങ്ങനെ എടുത്താലും ബി അല്ലേ കിട്ടുക. മൈനസ് ബി ഈക്വൽ ടു മൈനസ് ബി എന്നല്ലേ കിട്ടുക. അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, യെസ് യെസ് മകളെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, n നാച്ചുറൽ നമ്പേഴ്സിന്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സമ്മ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം എവിടുന്നാണ്? കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ഇസ് ഓൾസോ നോൺ ആസ് കൗണ്ടിങ് നമ്പേഴ്സ്, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, പോസിറ്റീവ് റിയൽസ് എന്നൊക്കെ നമ്മൾ സോറി പോസിറ്റീവ് റിയൽസ് എന്ന് പറയില്ല. അപ്പോ ഇതൊക്കെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്നൊക്കെ നമുക്ക് ആരെ പറയാം? നമ്മുടെ കൗണ്ടിങ് നമ്പേഴ്സിനെ പറയാം. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് കൗണ്ടിങ് നമ്പേഴ്സ്? 1, 2, 3, 4, എക്സെട്ര അപ് ടു n വരെയാണ് n നാച്ചുറൽ നമ്പേഴ്സ്. നമുക്കറിയാം n × n + 1/2 ആണ് സം ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്നറിയാം. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക? സമ്മിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യണേ. Sn = n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം = n/2 ഇൻറ്റു എന്താണ്? ഫസ്റ്റ് ടേം. 2 ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് ടേം പ്ലസ് എന്താണ്? a + an എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ n/2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്, an എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു n ആണ്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാവും? n ഇൻറ്റു n + 1, 1 + n, n + 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതാണ് എന്ത്? സം ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. വരും ട്ടാ. MCQ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഒരു 1 വേർഡ് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് നോർമലി ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു സെറ്റിൽ ഉണ്ടാവും. യെസ്, ദെൻ നമ്മുടെ ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഒന്ന് ബേസിക്കലി പോയിട്ട് അങ്ങോട്ട് ഹയറിലേക്ക് പോവാ കേട്ടോ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ചിലപ്പോൾ. എന്നാലും ശരി, പ്രാക്ടീസ് ചെയ്യുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എഴുതിക്കോളൂ. എന്താണ് നമ്മുടെ സാത്വിക പറഞ്ഞ മോളെ? എങ്ങനെയായാലും കുഴപ്പമില്ലല്ലോ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? n/2 ഇൻറ്റു n + 1 എന്ന് പറഞ്ഞാലും n ഇൻറ്റു n + 1/2 എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ. നോക്കുക, ഫൈൻഡ് ദി ആവറേജ്. ഇത് 2019 അതുപോലെ തന്നെ 2021 റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ആവറേജ് ഓർ മീൻ ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. സോറി, നിങ്ങൾക്ക് മീൻ ഓഫ് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഫൈൻ. ഫൈൻഡ് ദ മീൻ ഓഫ് ദി സം ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. മീൻ ഓഫ് ദി സം ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. എങ്ങനെയാ മീൻ കണ്ടുപിടിക്കുക? മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ. മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നോർമലി മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമുക്കറിയാം, സിഗ്മ xi ഡിവൈഡഡ് ബൈ n. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? സം ഓഫ് ദി ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എണ്ണം. ഫൈൻഡ് ദ ആവറേജ് ഓർ മീൻ ഓഫ് ദ ഫസ്റ്റ് n natural numbers. n natural numbers, sum of the first n natural numbers ന്റെ എന്ത് കണ്ടുപിടിക്കണം? മീൻ കണ്ടുപിടിക്കാം. അപ്പൊ മീൻ എന്ന് പറഞ്ഞാൽ എന്താ? സം ഡിവൈഡഡ് ബൈ n അല്ലേ? ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. മീൻ എന്ന് പറഞ്ഞാൽ എന്താ? സം ഡിവൈഡഡ് ബൈ n ആണ്. അപ്പോ എന്താണ് ഫസ്റ്റ് സം ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്? എന്താണ് നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ട് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n + 1 ഡിവൈഡഡ് ബൈ 2 ആണ് സമ്മ്. ഡിവൈഡഡ് ബൈ എന്താണ്? ഒരു n അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? n ഇൻറ്റു n + 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു n/1 ആണ്. മൾട്ടിപ്ലൈ വിത്ത് റെസിപ്രോക്കൽ ആവുമ്പോൾ അവിടെ n കട്ടായി പോയിട്ട് സം ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എത്രയായി? n + 1/2 എന്നാണ് നമുക്ക് കിട്ടുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു 2 മാർക്കിന് ഒരു MCQ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
സം ആവറേജ് ഓർ മീൻ ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. ഉറപ്പല്ല, പറഞ്ഞിരിക്കണം. സം ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു n into n plus 1 divided by 2 ആണ്. അപ്പൊ സമ്മ് ഡിവൈഡഡ് ബൈ ആവറേജ് ആയ കാരണം എത്ര എണ്ണം, ഇപ്പൊ m ആണെങ്കിലോ m കൊണ്ട് നമ്മൾ ഡിവിഷൻ നടത്തണം, 10 ആണെങ്കിലോ 10 കൊണ്ട് നമ്മൾ ഡിവിഷൻ നടത്തണം. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഇവിടെ എന്തുണ്ടാവും, അതനുസരിച്ച് മാറ്റം വരുത്തുമ്പോൾ സോ n into n plus 1 divided by 2 എന്നാണ് നമുക്ക് എന്ത് കിട്ടുക, ആവറേജ് ഓർ മീൻ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. മീൻ എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് മീൻ, അത് തന്നെയാണ് മീൻ ചെയ്യണം. യെസ്, വേഗാവട്ടെ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ഒരു പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യനും CBSE ചോദിക്കാറുള്ളതാണ്. ഇത്ര ആഡ് ചെയ്ത് മോർ ദാൻ ഇത്ര ടേം. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇന്ന ടേമിന്റെ nth ടേം എന്ന് പറയുന്നത് അതിന്റെ ഇത്രാമത്തെ ടേമിനോട് കൂടി ഇത്ര കൂട്ടിയതാണ് എന്ന് പറയുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യനും CBSE ചോദിക്കാറുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. ബേസിക്കാരൊന്ന് ശ്രദ്ധിക്കുക, ഈ മോഡൽ എന്തായാലും ബേസിക്കിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് നോക്കാം. വിച്ച് ടേം ഓഫ് ദി അരിത്മെറ്റിക് പ്രോഗ്രഷൻ. നമുക്ക് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. മനസ്സിലാവാത്ത ആൾക്കാരൊക്കെ, കൺസെപ്റ്റ് ഇല്ലാത്ത ആൾക്കാരൊന്ന് ശ്രദ്ധിക്കണം. വിച്ച് ടേം ഓഫ് ദി അരിത്മെറ്റിക് പ്രോഗ്രഷൻ നമുക്ക് അറിയില്ല. അറിയാത്ത ഏത് ടേമിനെയും നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ എന്താ എടുക്കുക, nth ടേം എന്നാണ് നമ്മൾ എടുക്കുക. അപ്പൊ നമ്മളോട് ചോദിച്ചാണത് വിച്ച് ടേം ഓഫ് ദി അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഈ അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ എത്രാമത്തെ ടേം ആണ് എന്തുണ്ടാവുക, 31st ടേമിനോട് കൂടി 130 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കാം, വിച്ച് ടേം ഓഫ് an arithmetic progression, we don't know which term, let us assume that nth term. നോക്കാം, അപ്പോ nth ടേം എന്ന് പറയുന്നത് ഈ അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ ഏത് ടേം ആണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ അതിന് എന്തെടുക്കണേ, nth ടേം. nth ടേം is equal to എന്താണെന്ന് കിട്ടുകയാണ്, 31st ടേമിന്റെ ഒപ്പം എത്ര കൂട്ടണം എന്നാ പറഞ്ഞിരിക്കണേ, 31st ടേമിന്റെ ഒപ്പം നമ്മൾ എത്ര ആഡ് ചെയ്യാണ്, 130 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടേം ആണ് കിട്ടുക എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണെങ്കിൽ കൈവച്ച് കാണിച്ചാൽ ക്ലിയർ ആണല്ലോ. അപ്പോ nth ടേം നമ്മൾ എന്താ എടുക്കുക, nth ടേം. nth ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം a പ്ലസ്, ശ്രദ്ധിക്കുക, a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുന്നതാണ് എന്ത് പറയാ, nth ടേം എന്ന് പറയാം. ഇനി ഇതില് എന്താണ് 31st ടേം എന്ന് പറഞ്ഞാൽ a പ്ലസ് എന്താണ് 30d ആണ്. പ്ലസ് അവിടെ ആരും കൂടി ഉണ്ട്, ഒരു 130 നമ്മൾ അതിന്റെ ഒപ്പം ആഡ് ചെയ്തു. ഇവിടെ ഒരേ APD ആയതുകൊണ്ട് വിച്ച് ടേം ഓഫ് ദിസ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ വിൽ ബി 130 മോർ ദാൻ ഇറ്റ്സ്, അതിന്റെ തന്നെ 31st ഇറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേ APD തന്നെയാണ് നമ്മളോട് ചോദിച്ചേ. അപ്പൊ രണ്ടിന്റെയും ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി n നമുക്ക് അറിയില്ല, സോ n മൈനസ് 1 ഇൻറ്റു d നോക്കാം. ഹിയർ ഇറ്റ് ഈസ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ a എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം, 5 ആണ്. കോമൺ ഡിഫറൻസ് d is equal to 15 മൈനസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഓർ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, അത് എത്രയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്, d ആണ്. d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റു 10 ഈക്വൽ ടു ഇപ്പുറത്ത് 30 ഇൻറ്റു 10 പ്ലസ് നമുക്ക് എത്ര കിട്ടുക, 130 എന്നാണ് കിട്ടുക. ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു 300 പ്ലസ് 130, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി, 430 എന്നാണ് എന്ത് കിട്ടുക, n മൈനസ് 1 ഇൻറ്റു 10 is equal to this one. So n minus 1 is equal to 430. Multiplication ആണ്, it is goes to opposite of equality, it becomes എന്തായി മാറും, ഡിവിഷൻ ആവും. 0 കട്ടായി പോയി. സോ n minus 1 is equal to നമുക്ക് എന്ത് കിട്ടി, 33 എന്ന് കിട്ടിയിട്ടുണ്ട്. which implies that n is equal to നമുക്ക് എത്ര കിട്ടുക, 33 plus 1 is equal to 44, which means that 44th term of an AP is 130 more than its 31st. അപ്പൊ 31st ടേമിന്റെ ഒപ്പം 130 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എത്രയാണ്, 34th ടേം ആണ്. ക്ലിയർ ആണെങ്കിൽ കൈവച്ച് കാണിച്ചേ. യെസ്, വേഗാവട്ടെ കേട്ടോ, വേഗാവട്ടെ.
അതാണേ ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ പറ. ആദ്യം 31st ടേം എത്രയെന്ന് 31st ടേം എത്രയെന്ന് കണ്ടുപിടിച്ചിട്ട് 130 ആഡ് ചെയ്തിട്ട് ചെയ്യാവോ? അതന്നെയല്ലേ ഞാൻ പഠിച്ചതന്നെ. +30th ടേം കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്തണേ. രണ്ടും സെയിം തന്നെയാ. കണ്ടുപിടിച്ചിട്ട് അതിനൊപ്പം ആഡ് ചെയ്തിട്ട് nth ടേമിനോട് ഇക്വേറ്റ് ചെയ്താലും മതി. an ഈക്വൽ ടു ചെയ്താലും മതിയാവും. ക്ലിയർ? ക്ലിയർ? ആ അലീഷ പറഞ്ഞോളെ. സാറേ ഞാനില്ലേ 5 + n - 1 × 10 = 5 + 30 × 10 + 130 എല്ലാം ഇക്വേറ്റ് ചെയ്തു. എന്നിട്ട് 5 + 10n - 10 ആക്കി. and then 10n - 5 = 435 കിട്ടി. 430 5 + 300 + 130. ആ -5 അപ്പുറത്തേക്ക് കൊണ്ടുക്കോ. അപ്പൊ 440 ആയില്ലേ? അപ്പൊ 440 ആയില്ലേ? ബൈ 10 = 44n ആയില്ലേ? അപ്പൊ n = 440 by 10. 44. 440. യെസ്, അടുത്ത ആൾ നന്ദന പറഞ്ഞോളെ. സാർ ഇതിൽ അവസാനം കൺക്ലൂഷൻ എഴുതൂലേ? Therefore 44th ടേം ഏതെന്ന കാര്യമാണ് പറഞ്ഞത്. എഴുതിക്കോ. Therefore അവസാനം കൺക്ലൂഷൻ എഴുതിക്കോ. Therefore 44th term of an AP is 130 more than its 31st term. Therefore 44th term of an AP is 130 more than its 31st term. അല്ല സാർ ഇത് എഴുതിയില്ലെങ്കിൽ മാർക്ക് പോവോ? n = കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് മാർക്ക് തരുന്നാണ്. അങ്ങനെയൊന്നും കുറക്കില്ല കേട്ടാ. യെസ്. അടുത്ത ആള് സമീഹ പറഞ്ഞോളെ. വേഗം വേണം കേട്ടാ, അല്ലെങ്കിൽ സമയം പോവും. വേഗം വേണം. സാർ വിച്ച് ടേം എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്? അപ്പൊ 435 കണ്ടുപിടിച്ചാൽ മതില്ലേ? ഇല്ല എന്നാ കണ്ടുപിടിക്കണ്ട. ഏത് ടേം ആണെന്ന് ചോദിക്കുക. എത്രയാണെന്നല്ല ചോദിച്ചിരിക്കണേ, ഏത് ടേം ആണെന്നാ. ക്ലിയർ? വിച്ച് ടേം. ക്ലിയർ? 435 ടേം അല്ല. ക്ലിയർ? വിച്ച് ടേം എന്ന് ചോദിക്കുമ്പോ വിച്ച് ടേം എന്നാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. യെസ് യെസ്. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ആണ് മക്കളെ, വേഗം എഴുതിക്കോളൂ. സമീഹ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ? ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ? ഇവിടെ ചെയ്തിട്ടുണ്ടോ ഈ ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യനാ ഇപ്പൊ കാണിച്ച ക്വസ്റ്റ്യൻ? ഇപ്പൊ സ്ക്രീനിലുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനാ. ഇല്ല. യെസ്. ഇത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്ക് സൈഡില് ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അഡീഷണലും അതേ ക്വസ്റ്റ്യൻ തന്നെയുണ്ട്. അപ്പോ ഇതില് നമ്മളോട് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനീക്വാളിറ്റി അനുസരിച്ചും നമുക്ക് ചെയ്യാം. ഇനീക്വാളിറ്റി അനുസരിച്ചാണ് ഗൈഡിലാണെങ്കിലും എല്ലാവർക്കും കൊടുത്തേണ്ടത്. ഇനീക്വാളിറ്റി അനുസരിച്ചാണ്. നമ്മൾ ഇനീക്വാളിറ്റി അല്ല ചെയ്യണേ. അപ്പൊ നമ്മൾ പറയാണ്, നോക്കുക, സപ്പോസ് നിങ്ങൾ വിചാരിക്കുകയാണ്, അപ്പൊ നമ്മൾ പറയാണ് 121, 117, 113, എക്സെട്ര ഇങ്ങനെ പോയി ഒരു പർട്ടിക്കുലർ ടേം കഴിയുമ്പോൾ എന്തുണ്ടാവും? ഫസ്റ്റ് ടേം ഇവിടത്തെ എന്തായി മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. ഫസ്റ്റ് ടേം നെഗറ്റീവ്. സപ്പോസ് ഒരു 0 അതിലുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. 0 ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. 0 അതിലത്തെ ടേം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പൊ 0 ഒരു ടേം ആണ്. ഇപ്പൊ 30th ടേം ആണ് 0 എങ്കിൽ, സപ്പോസ് 30 എഴുതുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം കേട്ടോ. 30th ടേം ആണ് 0 എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് നെഗറ്റീവ് ടേം. ഇത് കുറഞ്ഞ് ഡിക്രീസിങ് ആണ്. അടുത്ത ടേം എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ലേ? ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. അപ്പൊ 30th ടേം 0 ആണെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് എന്താണ്? 31st ടേം വിൽ ബി ദ ഫസ്റ്റ് നെഗറ്റീവ് ടേം. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? അപ്പൊ 0 ഇതിലത്തെ ഒരു ടേം ആണോ എന്നാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക കേട്ടോ. ശ്രദ്ധിക്കുക, 0 ഇതിലത്തെ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ടേം ആവാം, ചിലപ്പോൾ ടേം ആവാതിരിക്കാം. ആണ് എന്നുള്ളത് എന്താ കിട്ടുക?
എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. എന്നിന്റെ വാല്യൂ നാച്ചുറൽ നമ്പർ അല്ല, ഏതെങ്കിലും ഒരു ഡെസിമലോ ഫ്രാക്ഷനോ ആയിട്ടാ കിട്ടണമെങ്കിൽ എന്ന് പറയാം അത് അതിലത്തെ ഒരു ടേം അല്ല എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് which term of the arithmetic sequence, which term of this sequence is its first negative term? ശ്രദ്ധിച്ചിരുന്നോളൂ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്തെടുക്കുകയാണ്? an ലാസ്റ്റ് ടേം എന്തായിട്ട് എടുക്കുകയാണ്? 0 ആയിട്ട് എടുക്കുകയാണ്. ഇനീക്വാളിറ്റി വെച്ച് ചെയ്യൂട്ടോ, തെറ്റാൻ സാധ്യത കൂടുതലാണ്. കാരണം 11th നമുക്ക് ഇനീക്വാളിറ്റി ഉള്ളത്. അപ്പൊ അത് അവിടെയാണ് നമുക്ക് കൂടുതൽ പറയേണ്ടി വരിക. അപ്പൊ എനിവേ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ an is equal to എന്താണ്? 0 എന്ന് നമ്മൾ എടുത്തു. എന്താണ് an എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a plus n minus 1 into d ആണ് 0 എന്ന് പറഞ്ഞാൽ. ക്വസ്റ്റ്യനില് നോക്കിയപ്പോ a എന്ന് പറയുന്നത് 121 ആണ്. കോമൺ ഡിഫറൻസ് d is equal to 117 minus 121 is equal to -4 ആണ്. n എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല. n നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. വിച്ച് ടേം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാട്ടോ, 121 plus n we don't know, n minus 1 into d എന്ന് പറഞ്ഞാൽ എത്രയാണ്? -4 is equal to നമുക്ക് എത്രയാണെന്ന് കിട്ടും? 0 ആണെന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 121. ഇനിയാണ് നമുക്ക് ശ്രദ്ധിക്കാൻ -4n plus 4 is equal to നമുക്ക് എന്താണ് കിട്ടുക? 0 എന്നാണ് കിട്ടുക. ശ്രദ്ധിക്കണം. That is 125 minus 4n is equal to 0 എന്ന് കിട്ടി. നമ്മൾ ഈ 0നെയാണ് കയറി പിടിച്ച് വരുന്നത് കേട്ടോ. That is equal to 4n അങ്ങോട്ട് കൊണ്ടുപോയാൽ equal to 4n കിട്ടില്ലേ? ഉറപ്പല്ലേ? So 125 is equal to 4n എന്ന് കിട്ടും. That is ഒന്നുകൂടി എഴുതാണ്, 4n is equal to 125 which implies n is equal to നമുക്ക് എത്രയാ വരിക? 125 divided by 4 എന്നാണ്. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 125 divided by 4 ചെയ്യുമ്പോൾ നമുക്കറിയാം 3 times ആണ്. ഇറ്റ് ഈസ് 12 ആണ്. 5 ബാലൻസ് ഉണ്ട്, ഒരു 1 ടൈം ആണ്. നമുക്ക് എന്ത് കിട്ടി? ബാക്കി ഒരു 4 ആണ്. ബാലൻസ് 1 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് വന്നു? 31 പോയിന്റ് സംതിങ് എത്രയാണ് എന്ന് അങ്ങോട്ട് കിട്ടി. ക്ലിയർ ആണെങ്കിൽ കൈവച്ച് കാണിച്ചാൽ 31.10 ആണെങ്കിൽ 2 ആണ്, 25 which is equal to n is equal to which implies ശ്രദ്ധിക്കുക, which implies n is equal to 31.2. എന്തുകൊണ്ട് ഇവിടെ n എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രൽ വാല്യൂ വരാതെ, അതായത് ഒരു നാച്ചുറൽ നമ്പർ വരാതെ എന്തുകൊണ്ടാ ഡെസിമൽ വരാൻ കാരണം ആർക്കും അറിയാം? എന്തുകൊണ്ടാണ് ഇവിടെ n-ന് നമ്മൾ പറഞ്ഞു nth ടേം 0 ആണ് എന്ന് എടുത്തു. തിരിച്ചു വന്നപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് വെദർ 0 is a term in this list of numbers, അല്ലെങ്കിൽ എന്താണ് 0 ഇതിലൊരു ടേം ആണോ എന്ന് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ n ഈക്വൽ ടു 0 എന്ന് എടുക്കുമ്പോൾ n-ന്റെ വാല്യൂ നമുക്ക് ഒരു കറക്റ്റ് ഒരു ഇന്റഗ്രൽ വാല്യൂ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു 0 ആണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് n is equal to 31.2 കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് പറയാം? സാർ വിളിച്ചത് ആരാ? കെൽവിനെ. കെൽവിൻ, ഗുഡ് ഈവനിങ്. ആ, ഈ n is equal to 31.2 കിട്ടാൻ കാരണം എന്താ? സാർ അപ്പം എന്നാ എപിയില് Question. പാട്ടിൽ Question, n is equal to 31. Why you are getting n is equal to, value of n is equal to 31.2? അത് എപിയില്, അപ്പൊ അത് എപിയില് പാട്ടാവത്തില്ല. ആരെ? Zero is not part of the AP. 0 is not a term in this list of numbers. ഈ പറയുന്ന ലിസ്റ്റ് ഓഫ് നമ്പേഴ്സില് ആര് ഒരു ടേം അല്ല? 0 എന്ന് പറയുന്നത് ഒരു ടേം അല്ല. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. അപ്പൊ ഇവിടെ ആരുണ്ടാവും? ഡെസിമൽ വന്ന കാരണം 31st ടേം ഉണ്ടാവും അവിടെ. അതൊരു പോസിറ്റീവ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഇൻ ബിറ്റ്വീൻ ഒരു ടേം അല്ലാത്തത് കൊണ്ടാണ് ഡെസിമൽ വന്നേനെ. Then next term 0 അല്ലെങ്കിൽ next term ഏതാ? Which means that 32nd term, 31 പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? 32nd. Therefore 32nd term മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. 32nd term is എന്താണ്? ഫസ്റ്റ് നെഗറ്റീവ് ടേം. അപ്പൊ അതിലെ ഫസ്റ്റ് 0 ടേം അല്ല, അപ്പൊ 31 പോയിന്റ് ആണ്. അപ്പൊ 0 അല്ലാത്തത് കൊണ്ടാണ് 31 പോയിന്റ് വരാൻ കാരണം. അല്ലെങ്കിൽ 31 കറക്റ്റ് ആയിട്ട് കിട്ടാം, അല്ലെങ്കിൽ 32 കറക്റ്റ് ആയിട്ട് കിട്ടാം.
അപ്പൊ 32 ടേം ആണ് 0 എങ്കിൽ 33 ടേം ആണ് ഫസ്റ്റ് നെഗറ്റീവ് ടേം. ഇനി 31 ടേം ആണ് 0 എങ്കിൽ 32 ടേം ആണ്. അപ്പൊ 31 കഴിഞ്ഞു, അത് കാരണം 0 ടേം അല്ലാത്തതാണ്. അപ്പൊ അതിന് മുമ്പ് ഒരു ടേം ഉണ്ടാവും. നെക്സ്റ്റ് വരുന്നത് എന്താണ്? സപ്പോസ് നമുക്ക് ഇവിടെ മൈനസ്, ഇവിടെ നമുക്ക് വരിക ഇത്രയായിരിക്കും ചിലപ്പോൾ. സപ്പോസ് ഇങ്ങനെ പോകുന്ന ടേമില് നോക്കാം, ഈ ഒരു APയുടെ 31st ടേം എത്രയാന്ന് നോക്കാം. ഫസ്റ്റ് നെഗറ്റീവ് ടേം നമ്മൾ ആൻസർ എഴുതി വെച്ചു. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നെഗറ്റീവ് ടേം എന്ന് നമ്മൾ ആൻസർ എഴുതി നോക്കാം. ഈ പറയുന്ന ഒരു APയുടെ 31st ടേം എത്രയാണ് നോക്കാം. 31st ടേം A+30D. A എന്ന് പറഞ്ഞാൽ 121 ആണ്. 30 into D എന്ന് പറഞ്ഞാൽ -40 ആണ്. സോ 121 പ്ലസ് -120 ഈക്വൽ ടു 31st ടേം 1 അല്ലേ? 1 ആണ്. ഇനി 0 ടേം അല്ലെങ്കിൽ 0 ഇതിലൊരാളല്ലെങ്കിൽ 1 കഴിഞ്ഞാൽ ഇനി അടുത്തത് വരുന്നത് ആരായിരിക്കും? നെഗറ്റീവ് ടേം. 1 കഴിഞ്ഞാൽ 2 അല്ല, ഡിക്രീസിംഗ് ആണ്. 1 കഴിഞ്ഞാൽ അടുത്ത് വരിക ആരാ? 0 അവിടെ ഇല്ലെങ്കിൽ അത് നെഗറ്റീവ് നമ്പർ അല്ലേ വരിക? അല്ലേ? നെഗറ്റീവ് നമ്പർ അല്ലേ വരികയാണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. അപ്പൊ നമ്മൾ എന്ത് എഴുതും? 31st ടേം അല്ല എന്ന് മനസ്സിലായി, അത് 1 ആണ്. അപ്പോ 32nd ടേം 0 അതിലില്ല താനും. സോ നമുക്ക് എന്ത് മനസ്സിലാവും? 32nd ടേം വിൽ ബി ദി ഫസ്റ്റ് നെഗറ്റീവ് ടേം എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇനി വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. A+32 -1. 32 -1 എന്ന് പറഞ്ഞാൽ 31D ആണ്. സോ 121 പ്ലസ് 31 into -4, then 121 minus എത്രയാ കിട്ടുക? 124 is equal to -3. Then -3 will be the first negative term എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. അപ്പൊ നിങ്ങൾ അത്രയ്ക്ക് പോണ്ട. എത്രയാ 0 ഒരു ടേം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. 0 ഒരു ടേം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പൊ അത് എക്സാക്ട് നമുക്ക് ഒരു 31st ടേം ഇവിടെ ഒരു ഇന്റഗ്രൽ വാല്യൂ കിട്ടുകയാണെങ്കിൽ 32 ടേം എന്ന് എഴുതാം. അതല്ല, ഇന്റഗ്രൽ വാല്യൂ കിട്ടാത്തതിന് കാരണം അവിടെ 0 ഒരു ടേം ആവാത്തത് കൊണ്ടാണ് അത് കഴിഞ്ഞു വരുന്ന ഈ വോൾ നമ്പർ പാർട്ട് മാത്രം നോക്കുക. ഈ വോൾ നമ്പർ പാർട്ട് കഴിഞ്ഞു വരുന്ന അടുത്ത ടേം ആയിരിക്കും നമുക്ക് എന്ത് വരുന്നുണ്ടാവുക? ദാറ്റ് ഈസ് ഫസ്റ്റ് നെഗറ്റീവ് ടേം വരുന്നുണ്ടാവുക. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, കുറച്ച് ലോജിക്ക് നമ്മുടെ കയ്യിൽ വേണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ചിലതിനൊക്കെ നമുക്ക് ആൻസർ ചെയ്താൻ പറ്റുള്ളൂ. സായി പറഞ്ഞു കൂട്ടാ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. an ലെസ് ദാൻ 0 എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ചെയ്യാൻ പറ്റുമോ? an ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുത്ത് ചെയ്യാം. അങ്ങനെ ഇനീക്വാളിറ്റി കൊടുത്ത് നമുക്ക് ചെയ്യാം. പക്ഷെ അവിടെ എത്തുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടി. ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ ഫൈനൽ ആൻസർ വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? an എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു അവിടെ ഒരു നെഗറ്റീവ് വരുമല്ലോ ഇല്ലേ? 31.25 ലെസ് ദാൻ 0 എന്ന് കിട്ടി. അപ്പൊ 32 നോക്കി. 32nd ടേം ഇസ് ദ ഫസ്റ്റ് നെഗറ്റീവ് ടേം. അതെങ്ങനെയാ? സർ a+n-1 into d ലെസ് ദാൻ 0. അപ്പോ 125 -4 ലെസ് ദാൻ 0 കിട്ടും. 4 അപ്പുറത്തേക്കാക്കി ലാസ്റ്റ് n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടി. അത് പോസിറ്റീവ് ആയതുകൊണ്ടാ. നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നെഗറ്റീവ് ആണെങ്കിൽ ഇനീക്വാളിറ്റി വിൽ ബി റിവേഴ്സ്ഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഇനീക്വാളിറ്റി വിൽ ബി റിവേഴ്സ്ഡ്. നോക്കാം മക്കളെ, ഇനീക്വാളിറ്റി വെച്ചും നമുക്കത് ചെയ്യാം കേട്ടോ. ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നോക്കാം an എന്ന് പറയുന്നത്. ഇപ്പൊ എന്തായാലും സംശയം ഉള്ള കാരണം നമുക്ക് അത് ചെയ്ത് നോക്കാം. നോക്കാം, an എന്ന് പറയുന്നത് ഇവിടെ ഒരു പോസിറ്റീവ് ടേം ആയതുകൊണ്ട് അത് എഫക്ട് ചെയ്യില്ല. an എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വേണ്ടത് ഫസ്റ്റ് നെഗറ്റീവ് ടേമാ. ആ നെഗറ്റീവ് ടേം എന്ന് പറഞ്ഞാൽ 0-നേക്കാൾ ലെസർ അല്ലേ? ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചാൽ 0-നേക്കാൾ ചെറുതല്ലേ? ഇതും വെച്ച് ചെയ്യാം. പക്ഷെ ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഒക്കെ വരുന്ന സമയത്ത് ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ വരുന്നുണ്ട്. പോസിറ്റീവ് കേസിൽ അക്സെപ്റ്റബിൾ ആണ്. നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾ തെറ്റിക്കരുത്. അപ്പോൾ an ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ a+n-1 into d is less than 0 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? a+n-1 into d എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാ a+n-1 into d ഇത് വരുമ്പോൾ 125 minus 4n less than എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. കിട്ടിയോ? സ്റ്റെപ്പ് തന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോ 125 minus 4n less than 0. ഇവിടെ നമ്മുടെ അലീസ് നമ്മുടെ യെസ്. അപ്പൊ നോക്കാം മക്കളെ, സായി എവിടെ പോയി? സായി എവിടെ?
യെസ് സർ. ആ ഇനി ആൻസർ എന്ന് പറഞ്ഞേ. നെക്സ്റ്റ് സ്റ്റെപ്പ് അവിടെയല്ല ഇവിടെ, അവിടെയല്ല ഇവിടെ. സർ 4n അപ്പുറത്തേക്കും. ഞാൻ 4n എടുക്കണില്ല. -4n -4n -125. -4n less than -120 -125 -4n less than 125 ആണ് ഞാൻ എടുക്കാൻ നോക്കണെന്ന് വിചാരിക്കാം. How you are going to answer it? സർ അത് പോസിറ്റീവ്. അല്ല ബാക്കി പറ. സർ ഇനിയാണ്. ഇപ്പോ ഇപ്പോ മക്കളെ രണ്ടു തരത്തിൽ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കാം. 125 - 4n ലെസ് ദാൻ 0 ആണെങ്കിൽ 125 4n അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ലെസ് ദാൻ 4n ആണ്. n ഈസ് ലെസ് ദാൻ എത്രയാണ്? 125 ഡിവൈഡഡ് ബൈ 4 ആണ് എന്ന് കിട്ടും. n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദിസ് വൺ. അപ്പൊ ഇത് ഈക്വൽ ടു 131.2 വലുതായിരിക്കണം n എന്ന് പറഞ്ഞാൽ n is equal to നമ്മൾ എന്താ എടുക്കുക? ഇതിനേക്കാൾ വലുത് എന്നുള്ള അർത്ഥത്തിൽ 32 എന്ന് എടുക്കും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. യെസ്, എനിക്ക് ഇതാണ് വേണ്ടത്. നമ്മുടെ എന്താ പറയാ സായേ, സർ അവിടെയാണ് നമുക്ക് പ്രശ്നം വരിക മക്കളെ. ശ്രദ്ധിക്കണം കേട്ടോ. ഇനീക്വാളിറ്റി ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് നമ്മളോട് പറഞ്ഞു 5 എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, 5 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3 അല്ലേ? ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. 5 ഈസ് ഗ്രേറ്റർ ദാൻ 3 ആണ്. ഓക്കെ, ഈ 5ന്റെ ഇവിടെ ഞാൻ എന്ത് ചെയ്യുക? ഒരു 1, ഒരു പോസിറ്റീവ് നമ്പർ ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇപ്പുറത്തും പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക? 5 ഗ്രേറ്റർ ദാൻ 4 ആണ്. ശരിയല്ലേ? കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്, കണ്ടീഷൻ ശരിയാണ്. ഇനി 5ൽ നിന്ന് ഒരു നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പർ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. അപ്പോൾ 5ൽ നിന്ന് ഒരു 1 സബ്ട്രാക്ട് ചെയ്തു, ഇവിടെ 3ൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്തു. കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്, ഇവിടെ 2 ആണ്. അപ്പോഴും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലേ? അല്ലേ? 4 ഗ്രേറ്റർ ദാൻ 2 ആണ്. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലേ? ആണോ? ആണ്. പക്ഷേങ്കില് നോക്കുക, ഇവിടെ 5 എന്ന് പറയുന്നത്, സപ്പോസ് നമ്മൾ എടുക്കുകയാണ്, 5 എന്ന് പറയുന്നത് വേണ്ട 5 എടുക്കണ്ട, 5 എടുക്കാം. യെസ്, ഫൈൻ. 5 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3 ആണ് എന്ന് നമ്മൾ എഴുതി. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുക? ഒരു നെഗറ്റീവ് നമ്പർ ഞാൻ ഇവിടെ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് എന്ന് വിചാരിക്കാം. ഇതിനെയും ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഇവിടെ എത്ര കിട്ടുക? -5 ആണ്. ഇവിടെ എനിക്ക് എത്ര കിട്ടുക? -3 ആണ്. ഇതിനെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. 0യിൽ നിന്ന് ഇവിടെ ഇപ്പൊ എന്തുണ്ടായി? ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ ഇതായിരുന്നു ഇതുവരെ വലുത്. ഇപ്പൊ നേരെ തിരിഞ്ഞ് അതെന്തായി? ഇതായി വലുത്. കിട്ടിയോ? പറഞ്ഞത് മനസ്സിലായോ? അപ്പോ ഇനീക്വാളിറ്റി വെച്ച് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോ നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും ഇനീക്വാളിറ്റി വിൽ ബി റിവേഴ്സ്ഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തെറ്റിക്കാതെ ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അതല്ലെങ്കിൽ ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ ഇനീക്വാളിറ്റിനെ തൊടുക. കേട്ടോ പറഞ്ഞത്? +1 നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കും. ഈ ഒരു മെത്തേഡ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഈ ഒരു മെത്തേഡ് ക്ലിയർ അല്ലേ? ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചാൽ. =0 എടുത്ത മെത്തേഡ് ക്ലിയർ അല്ലേ? അതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് കേട്ടോ. കാരണം തെറ്റിക്കാൻ സാധ്യത വളരെ കുറവാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ തെറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇനീക്വാളിറ്റി ചോദിച്ചു വരണ്ട, ഞാൻ ഇന്ന റീസൺ എന്താണ് എന്ന് പറഞ്ഞതാണ്. സായി കേൾക്കുന്നുണ്ടോ? അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്താൽ മതി ഇനീക്വാളിറ്റി കേട്ടോ. അപ്പോ ഏതാണ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക, അതല്ലെങ്കിൽ ഇനീക്വാളിറ്റി ചെയ്യാൻ നിൽക്കണ്ട. ഇനീക്വാളിറ്റി ശ്രദ്ധിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവിഷൻ ചെയ്യുമ്പോഴും ഇനീക്വാളിറ്റി. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 4n എന്ന് പറയുന്നത് ലെസ് ദാൻ മൈനസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? n എന്ത് പറയാണ്? -125നെ -4 കൊണ്ട് നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് നമ്മളിവിടെ ഡിവിഷൻ നടത്തുമ്പോൾ ഈ ഇനീക്വാളിറ്റി എന്തുണ്ടാവും? റിവേഴ്സ് ആവും. കേട്ടോ സായി? യെസ്. ഈ പറഞ്ഞ മെത്തേഡിൽ കേട്ടോ. ഇനീക്വാളിറ്റി ചോദിക്കാൻ നിൽക്കണ്ട. ഇനീക്വാളിറ്റി ഞാൻ പറഞ്ഞു തന്നിട്ട് ഇനി കൂടുതൽ എന്റെ സമയം കളയണില്ല. ഇനീക്വാളിറ്റി അല്ല, ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ബാക്കി സംശയമൊന്നുമില്ല. ഇനീക്വാളിറ്റിയിലല്ല സംശയം. നമ്മുടെ ഈ പറഞ്ഞ മെത്തേഡിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ഹാൻഡ് റൈസ്. ഐ വിൽ ക്ലാരിഫൈ ദ ഡൗട്ട്സ്. അതർവൈസ് ഐ വിൽ സ്കിപ്പ്. സൈറ? സർ n is equal to 31.2 നമുക്ക് കിട്ടി. n is equal to 31.2 നമുക്ക് കിട്ടി. 31.2 കിട്ടാൻ എന്താ കാരണം? നമ്മൾ =0 എന്നല്ലേ കൊടുത്തേ?
സീറോ ടേം അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ എന്ത് വരണേ ഈ ഡെസിമൽ വരാൻ കാരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു n is equal to 30 second. അപ്പൊ 30 second term n equal to അല്ല, therefore 30 second term is first negative term. കിട്ടിയോ? നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു കൺക്ലൂഷൻ എഴുതണോ? വേണ്ട റീസൺ എഴുതണ്ട. ഇറ്റ് ഈസ് നോട്ട് എൻ ഇന്റഗ്രൽ വാല്യൂ, therefore it is understood ആണ്. ഇറ്റ് ഈസ് നെഗറ്റീവ് ടേം എന്ന് എഴുതിയാൽ മതി കേട്ടോ. യെസ്, ഓക്കെ. മകളെ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. അലീഷ. സർ നമുക്ക് 1 ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ കിട്ടുമോ? എന്താ അവര് 0 ഇക്വേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ 1 ഇക്വേറ്റ് ചെയ്താലും 1 ഇക്വേറ്റ് ചെയ്ത് കിട്ടണമെന്നില്ല. 1 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല. 1ന്റെ അപ്പുറത്ത് എന്തുണ്ടാവാം, ഒരു ടേം ഉണ്ടാവണം. ഡിപ്പെൻസ് അപ്പോൺ ദ എന്താ പറയാ AP ആണ്. അപ്പൊ 1 ഇക്വേറ്റ് ചെയ്യരുത്. 1 അതിലത്തെ ഇത് 1 31st ടേം ആണെന്ന് കണ്ടുപിടിച്ച കാരണല്ലേ 1 ഈക്വൽ ടു എന്ന് കിട്ടിയേ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ല, അപ്പൊ നെക്സ്റ്റ് ടേം എന്തായാലും നെഗറ്റീവ് ആയിരിക്കില്ലേ? ഇല്ല, ആവണമെന്നില്ല. 0 ആണെങ്കിലോ 1 അതിലത്തെ ടേം ആണ്, 0 അതിലത്തെ ഒരു ടേം ആണെങ്കിലോ യു ഷുഡ് ബി വെരി കെയർഫുൾ. ക്ലിയർ? We know the difference, common difference. അല്ല, കോമൺ ഡിഫറൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ജനറലൈസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ട രീതിയിലേക്ക് മാർക്ക് പോകും കേട്ടോ. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. യെസ്, നമുക്ക് തന്നിരിക്കുന്നത് ഡെസിമൽ വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഡെസിമൽ ഒക്കെ വെച്ച് ചെയ്യുന്ന പ്രോബ്ലം ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് വേറൊരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. എത്രയാണ്? 18, 19 and 1/4 and 20 and 1/2 and 21 and 3/4 എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അത് ഡെസിമലും ആവില്ല, അതൊരു ഫ്രാക്ഷണൽ വാല്യൂ വരുമ്പോൾ ചെയ്ത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ അലീഷ. ആര്യൻ. മറ്റേ കഴിഞ്ഞ ക്വസ്റ്റില് പോസിറ്റീവ് ടേമാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്താ പോസിറ്റീവ് ടേമാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഏത് പോസിറ്റീവ് ടേം? ഇവിടെ ഇപ്പൊ നെഗറ്റീവ് അല്ലേ ചോദിച്ചു, അതിന് നെഗറ്റീവ് സൈൻ കൊടുത്തിട്ട് ഫസ്റ്റ് പോസിറ്റീവ് ടേം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന് ഇക്വേറ്റ് ചെയ്ത് നോക്കും. 0 അതിലത്തെ ടേം തന്നെയാന്ന് നോക്കും, 0 ടേം ആണോ നോക്കും. അല്ല, അപ്പോഴും 30. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിന്റെ ആൻസർ 0 ടേം ആണോ എന്ന് നോക്കും. 0 ടേം അല്ലെങ്കിൽ 31.2 അല്ലേ കിട്ടിയേ. So 31st term will be the last positive term. അപ്പൊ പ്രീസീഡിംഗ് ടേം ആണ് എടുക്കേണ്ടത്. Yes, preceding. അത് അങ്ങനെയല്ല മാഷേ, ഡിക്രീസ് സീരീസ് ഡിക്രീസിംഗ് അല്ലേ. ഓക്കേ ഓക്കേ ഓക്കേ. അടുത്ത അരുഷി ഗുഡ് ഈവനിംഗ്. പറമോളെ. സർ ഇപ്പൊ 44.2 ആണെങ്കിൽ അപ്പൊ നമ്മൾ 46 ആണ് എടുക്കുന്നത്. 44.2 കഴിഞ്ഞ 46 നമ്പർ അല്ല 45. അപ്പൊ തന്നെ ഉത്തരം. അടുത്ത ആള് സാത്വിക. സർ ഇപ്പൊ ഇതിന് 0 ആണ് വന്നത്, ലൈക്ക് 31 ഹോൾ നമ്പർ വന്നു വെച്ചാ കറക്റ്റ് നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. അടുത്ത 32 സെക്കൻഡ് കറക്റ്റ് ആണ്. 30 വന്നു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്താണ്. ക്ലിയർ? കുറച്ച് ലോജിക് ഒക്കെ നമ്മൾ ഉപയോഗിക്കണ്ടേ? കുറച്ച് കൂടുതലൊന്നും ഉപയോഗിക്കണ്ട, കുറച്ച് ഉപയോഗിച്ചാൽ മതി. കുറച്ച് കേട്ടാ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ എഴുതിക്കോളൂ. Pth term of an AP is Q, Qth term of an AP is P. Prove that nth term is NP plus 1, P plus Q minus N ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. CBSE 2016ലും 2018ലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Pth term of an AP, ഒരു APയുടെ pth term എത്രയാണ്? Q ആണ്. നോക്കുക, pth term equal to Q ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ qth ടേം ഈക്വൽ ടു P ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താ? nth ടേം ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് കാണിക്കണം. P plus Q മൈനസ് N ആണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നന്നായി ശ്രദ്ധിച്ചിരുന്നോളൂ. nth ടേം എന്ന് പറഞ്ഞാൽ a plus n minus 1 into d ആണ്. n minus 1 into d ആണ് nth പറയുമ്പോൾ. അപ്പൊ pth ടേം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രം ദിസ് വൺ നമുക്ക് എന്താ കിട്ടുക? a plus P minus 1 into D is equal to Q ആണെന്ന് തന്നിട്ടുണ്ട്. which implies that a plus PD minus D 1D equal to Q ആണ് എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. സിമിലർലി qth term is equal to, that is a plus Q minus 1 into D is equal to P എന്നാണ്. ഫ്രം ദാറ്റ് നമുക്ക് എന്താ കിട്ടുക? a plus
QD മൈനസ് D ഈസ് ഈക്വൽ ടു എന്താന്ന് കിട്ടി? P ആണെന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചാൽ. സോൾവിങ് ഇക്വേഷൻ നമ്പർ 1 and 2 ആണ്. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. സാർ എല്ലാം AP എടുത്തിരിക്കണേ. അപ്പൊ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കണു. അപ്പോ സോൾവിങ് ഇക്വേഷൻ നമ്പർ 1 and 2 ആണ് കേട്ടോ. സോൾവിങ് 1 and 2 സാറിന് അറിയില്ല. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയണത് നന്നായി ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറയണത്. സോൾവിങ് 1ഉം 2ഉം കൂടി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ A പ്ലസ് PD മൈനസ് D is equal to Q ആണ്. Then A plus QD മൈനസ് D is equal to എന്താണ്? P ആണ്. രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? സോൾവ് ചെയ്യാണ് എന്നിരിക്കട്ടെ. നോക്കാട്ടോ, സൈൻ ചേഞ്ച് ചെയ്യാണ്. നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇത് കട്ടായി പോയി. PD മൈനസ് QD ഇത് രണ്ടും കട്ടായി പോയി. ഈക്വൽ ടു Q മൈനസ് P എന്ന് കിട്ടും. ശ്രദ്ധിച്ചിരിക്കണം. രണ്ടിൽ നിന്നും D നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ P മൈനസ് Q എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ Q മൈനസ് P ആണ്. ദാറ്റ് ഈസ് D ഇൻറ്റു P മൈനസ് Q ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ? ഇതിൽ നിന്ന് ഒരു നെഗറ്റീവിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്താ എഴുതാം? P മൈനസ് Q എന്ന് എഴുതാം. നോക്കുക, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഇറ്റ് ഈസ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവിറ്റീസ് എന്താണ്? പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഡിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയേ? നെഗറ്റീവ് ഓഫ് P മൈനസ് Q ഡിവൈഡഡ് ബൈ P മൈനസ് Q എന്നാണ്. കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്രയാന്ന് കിട്ടും? -1 ആണ് എന്ന് കിട്ടും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. D എന്ന് പറയുന്നത് -1 ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? A വേണം. അപ്പോ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. അവിടെ ശ്രദ്ധിക്കുക, A പ്ലസ് അല്ലെങ്കിൽ ഇവിടെ കൊടുത്താലും കുഴപ്പമുണ്ടാവില്ല കേട്ടാ. A പ്ലസ് നോക്കുക, A പ്ലസ് P മൈനസ് 1 ഇൻറ്റു D എത്രയാണ്? -1 ഇസ് ഈക്വൽ ടു നമുക്ക് Q എന്നാണ് കിട്ടുക. സോ A ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -P മൈനസ് ഓഫ് മൈനസ് +1 ഇസ് ഈക്വൽ ടു Q എന്ന് കിട്ടും. എല്ലാത്തിനെയും അങ്ങോട്ട് കൊണ്ടുപോവാണ്. സോ A ഈക്വൽ ടു -P അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ P ആണ്. അവിടെ ഒരു Q അവിടെ നിൽക്കുന്നുണ്ട്. +1 അങ്ങോട്ട് പോകുമ്പോൾ -1 ആണ്. അപ്പോൾ എയുടെ വാല്യൂ എത്രയാണ്? P പ്ലസ് Q -1 എന്നാണ് കിട്ടുക. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? nth ടേം ഇത്രയാണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോ നൗ nth ടേം ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം കേട്ടോ. നൗ nth ടേം എന്ന് പറഞ്ഞാൽ A പ്ലസ് n-1 ഇൻറ്റു D ആണ്. ശ്രദ്ധിച്ചിരിക്കുക, എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ P പ്ലസ് Q -1 ആണ്. പ്ലസ് n-1 ഇൻറ്റു ഡിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡിയുടെ വാല്യൂ നമുക്ക് -1 ആണ് കിട്ടിയിട്ടുള്ളത്. സോ P പ്ലസ് Q -1 ഇത് കൊടുക്കുമ്പോ -n -1 ഇൻറ്റു -1 +1 കട്ട് ചെയ്ത് പോയി, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താന്ന് കിട്ടി? P പ്ലസ് Q -1. ദാറ്റ് ഈസ് nth ടേം ഇസ് ഈക്വൽ ടു P പ്ലസ് Q -n. Hence it is proved. Hence the proof. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ച മക്കളെ. യെസ്, വേഗം ആവട്ടെ കേട്ടോ. വേഗം എഴുതാ. അപ്പോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടാക്കി, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ ഉണ്ടാക്കി. ഐദർ എലിമിനേഷൻ മെത്തേഡ് ഓർ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് സോൾവ് ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് D ആൻഡ് A കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ D കണ്ടുപിടിക്കുക, A കണ്ടുപിടിക്കുക. Then അത് nth ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? We can prove that nth term is equal to P plus Q minus n. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിക്കുമോ? വേഗം ആവട്ടെ.
അടുത്ത ക്വസ്റ്റ്യൻ ആയിക്കോളൂ കേട്ടോ. ഇഫ് 2x x പ്ലസ് ഇപ്പൊ നോക്കാം, അതിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കാട്ടാ, എ കോമ ബി കോമ സി ഈ മൂന്ന് നമ്പേഴ്സ് 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ എ പി ആണെങ്കിൽ, ഇഫ് എ നോട്ട് എഴുതി വെച്ചോളൂ എഴുതി വെക്കുക, അറിയാത്ത ആൾക്കാരാണെങ്കിൽ നോട്ട് എഴുതി വെക്കുക. ഇഫ് എ കോമ ബി കോമ സി ആർ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ എ പി, A, B, C, A, B, C are 3 consecutive terms of an AP, then B is equal to A plus C divided by 2, or ഈ 2 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2B is equal to A plus C എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് ഒരു കൺസെപ്റ്റ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. മിഡിൽ ടേം ടാ, എ ബി സി എന്ന് പറയുന്നത് ഒരു എ പിയുടെ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ആണെങ്കിൽ, കോൺസിക്യൂട്ടീവ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, അടുത്തുള്ളതാണ്. ഒരെണ്ണം അവിടെ അല്ല, അടുത്തുള്ളതാണ് എ ബി സി 1 2 3 എന്നൊക്കെ പറയുന്ന പോലെ. ഇഫ് എ ബി സി എന്ന് പറയുന്നത് 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ എ പി ആണെങ്കിൽ നമ്മൾ എന്തെടുക്കുകയാണ്, മിഡിൽ ടേം ആയിട്ടുള്ള ബി ഈസ് ഈക്വൽ ടു എത്രയാണ്, എ പ്ലസ് സി, ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മിഡിൽ ടേം കിട്ടും എന്നാണ് നമുക്ക് റൂൾ ഉള്ളത്. അത് 2 എങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2b ഈസ് ഈക്വൽ ടു എ പ്ലസ് സി. അതൊരു ഈ പറയുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ആണ് കേട്ടോ. അപ്പൊ നോക്കാം, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ നോക്കാം, ആർ ഇൻ എ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 എണ്ണം എ പിയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ 3 എണ്ണം എന്താണ്, 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ എ പി ആയിരിക്കണം, എന്നാൽ മാത്രമേ എ പിയിലാവുള്ളൂ. അല്ലെങ്കിൽ ഒരെണ്ണം വേറൊരെണ്ണം ആയി കഴിഞ്ഞാൽ അത് എ പിയിലാവില്ല. അപ്പോൾ ഇത് 3ഉം എന്താണ്, എ പിയുടെ 3 ടേംസിലാണ്. അപ്പൊ അതിൽ നിന്ന് നോക്കുക ഏതൊക്കെയാണ് തന്നിരിക്കണേ, 2x, x plus 10, നമുക്ക് എന്താണ് 3x plus 2 എന്ന് പറയുന്ന 3 ടേംസുകളാണ് തന്നേനെ. അപ്പോൾ ആസ് പെർ ദ റൂൾ നമുക്ക് എന്ത് പറയാം, വി നോ ദാറ്റ് ഇഫ് എ ബി സി are in AP, 3 consecutive terms of an AP ആണെങ്കിൽ, which implies 2b is equal to എന്താണ്, a plus c ആണ് നമുക്ക് പറയാം. അതനുസരിച്ച് നമുക്ക് എന്താ എഴുതാം, 2 into therefore 2 into x plus 10 is equal to 2x plus 3x plus 2 എന്നാണ് നമ്മൾ എഴുതുക. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടി, 2x plus 20 is equal to ഇത് എത്രയൊക്കെ നമുക്ക് കിട്ടുക, 5x plus 2 എന്നാണ് നമുക്ക് കിട്ടുക. എക്സിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ എക്സിനെ പ്രതി കൊണ്ടുവരുമ്പോൾ 5x, ഈ 2x അങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് 2x ആണ്, is equal to 20 ഇവിടെ എടുക്കുന്നുണ്ട്, -2 ആണ്. That is 3x is equal to 18, which implies x equal to 3 അങ്ങോട്ട് കൊണ്ടുവരുമ്പോഴോ x equal to നമുക്ക് എന്താന്ന് കിട്ടും, 6 ആണ് എന്ന് കിട്ടും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചാൽ എക്സിന്റെ വാല്യൂ ഇങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് പറയണതൊന്ന് നോക്കിക്കോളൂ, ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. നോക്കുക, ഇവിടെ നോക്കാം മക്കളെ, രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കാം, A1 A2 A3 ഇത് 3ഉം എ പിയിലാണ്, എ പിയുടെ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ആണെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവുക നോക്കുക,
A2 മൈനസ് A1 എന്ന് പറയുന്നതാണ്. ഇതല്ലേ കോമൺ ഡിഫറൻസ്? A2 മൈനസ് A1 കോമൺ ഡിഫറൻസ് അല്ലേ? ആണെങ്കിൽ ഒന്ന് റിവൈസ് കാണിച്ചേ. A3 മൈനസ് A2 ചെയ്താലും കോമൺ ഡിഫറൻസ് അല്ലേ? അല്ലേ? ആ രണ്ട് കോമൺ ഡിഫറൻസുകളും ഈക്വൽ ആവണ്ടേ? ശരിയല്ലേ? ശരിയല്ലേ? ആ ഒരു കൺസെപ്റ്റും നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാം. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കാം, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാലും നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അത് ഈക്വൽ ടു എന്താണ്? തേർഡ് ടേം മൈനസ് എന്താണ്? സെക്കൻഡ് ടേം ചെയ്താലും എന്ത് കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ ആ കോമൺ ഡിഫറൻസ് രണ്ടും AP-യിലാണെങ്കിൽ കോമൺ ഡിഫറൻസ് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 10 ഇവിടെ ഉണ്ട്. 10 മൈനസ് 2x ഇസ് ഈക്വൽ ടു മൈനസ് x ആണ്. ഈക്വൽ ടു ഇവിടെ 3x പ്ലസ് 2 ഉണ്ട്, ഒരു മൈനസ് x ഉണ്ട്, ദെൻ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ മൈനസ് 10 ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോ 3x മൈനസ് x എന്ന് പറഞ്ഞാൽ 2x ആണ്. 2x പ്ലസ് 2 മൈനസ് 10 ഈസ് ഈക്വൽ ടു 8 ആണ്. ഈക്വൽ ടു ഇവിടെ ഒരു 10 മൈനസ് x ഉണ്ട്. എക്സിനെ നമ്മൾ അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2x പ്ലസ് x ഇസ് ഈക്വൽ ടു 3x ആണ്. ഇത് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ 18 ആണ്. അപ്പോഴും x ഈക്വൽ ടു നമുക്ക് എത്രയാണ് എന്ന് കിട്ടും? 18/3 ഈക്വൽ ടു 6 ആണ് എന്ന് പറയാം. ഇത് രണ്ട് കൺസെപ്റ്റിൽ ഏത് വേണമെങ്കിലും നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. മനസ്സിലായോ? വളരെ ഉപകാരപ്പെടാനുണ്ട്. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. ആ കൺസെപ്റ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതർവൈസ് ഇഫ് ABC ആർ ഇൻ AP എന്ന് പറയാം, മിഡിൽ ടേം B is equal to, നമുക്ക് മിഡിൽ ടേം ഈക്വൽ ടു ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ തേർഡ് വൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചാലും നമുക്ക് എന്ത് കിട്ടും? പ്രോബ്ലം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? വേഗാവട്ടെ കേട്ടോ. യെസ്, അമൃത പറഞ്ഞോളെ. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലേ നമ്മുടെ കോമൺ ഡിഫറൻസ്? ഫസ്റ്റ് ടേം മൈനസ് സെക്കൻഡ് ടേം അല്ലല്ലോ. ഓർഡർ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ചേ? എനിക്ക് മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് x 2x 3xനെ കുറിച്ചല്ല നമ്മൾ പറയണേ. നമ്മൾ പറയുന്നത് ഈ പറയുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഈ ആൾക്കാരെ മാത്രം നോക്കിയാൽ മതി. We never bothered about that 2x is after x and 3x is after 2x. Clear? അപ്പോൾ ഇവിടെ ഈ പറയുന്ന 2x x plus 10 3x plus 2 അല്ലേ? ഇത് മൂന്നെണ്ണം ഒരു AP-യുടെ ടേം ആണ്. A1 A2 A3 എന്ന് പറയുന്ന പോലെ. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലേ? അത്ര മാത്രം നമ്മൾ നോക്കണം. അല്ലാണ്ട് എക്സിന് ശേഷമാണോ എന്ന് നമ്മൾ നോക്കണില്ല. അപ്പോ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് ആണ്. ഈ കോമൺ ഡിഫറൻസ് സെയിം ആസ് ടു ഈ കോമൺ ഡിഫറൻസ് ആണ് തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. ക്ലിയർ? അല്ലാണ്ട് x 2x 3x ഓർഡർ അല്ല കേട്ടോ, അതൊക്കെ വിട്ടേക്ക്. യെസ് ഫൈൻ. അടുത്ത ആള് ജോ പറഞ്ഞു കൂട്ടാ. എന്നിട്ട് ഞാൻ ഇക്വേഷൻ ഫോം ചെയ്തു. x minus 10 minus d is equal to 0, ഇക്വേഷൻ നമ്പർ 1. അടുത്ത് അതേപോലെ സെക്കൻഡ് ഇക്വേഷൻ ഉണ്ടാക്കി minus 2x plus 8 minus d is equal to 0. അല്ല ഒരു കാര്യം ചോദിക്കട്ടെ, x minus 10 minus 2x is equal to 0 എന്ന് ആരാ പറഞ്ഞേ? x minus 10 സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈക്വൽ ടു 0. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈക്വൽ ടു 0 എന്ന് എവിടുന്ന് കിട്ടി? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഐ എം റൈസിംഗ് ദ ക്വസ്റ്റ്യൻ. But you told that second term minus first term equal to 0 and third term minus second term equal to 0. That's why I asking the question. Para. D എന്ന് കൊടുത്തു. Second term minus first term equal to D and third term minus second term equal to D കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് x equal to 6 എന്ന് കിട്ടും. ശരിയാണ്, അത് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ആ ഡിക്ക് പകരം ഞങ്ങൾ ആ രണ്ട് ഡി ഇക്വേറ്റ് ചെയ്യുന്ന പകരം ഇവിടെ ഇക്വേറ്റ് ചെയ്തു, അത്രേ ഉണ്ടായുള്ളൂ. യെസ്, അടുത്ത ആള് ആൻഡ് നമുക്ക് A3 equal to A plus 2D ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A3 equal to A plus 2D. A plus 2D ചെയ്യാം. അപ്പൊ D എത്രയാ? നമ്മൾ സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യുന്നു. അതന്നെ ഞാനും ചെയ്തിരുന്നേ. അതിന്റെ വേറൊരു വേർഷൻ ആണ് ഇത്. ഇവിടെ നോക്കുക, ഇത് തേർഡ് ടേം അല്ലേ?
ആ ഇതെന്താ സാധനം? എക്സ് പ്ലസ് 10 മൈനസ് 2x എന്താ? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ഡിഫറൻസ്. ഡി അല്ലേ ഇത്? ഡി അല്ലേ? ഇതെന്താ സെക്കൻഡ് ടേം അല്ലേ? സെയിം ആണ് മോളെ. ഞാൻ പറയുന്ന മെത്തേഡ് ഇത് നോക്കി കഴിഞ്ഞാൽ ഇത് ഡി എന്നല്ലേ കിട്ടുക? ഇതല്ലേ നമ്മുടെ എ പ്ലസ് 2d എന്ന് പറയുന്ന സെക്കൻഡ് ടേം. എ പ്ലസ് ഡി, സോറി, എ പ്ലസ് ഡി 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 ഓക്കെ അല്ലേ? ആ എ പ്ലസ് ഡിനെ ഇങ്ങോട്ട് കൊടുത്താൽ എ പ്ലസ് 2d ആയില്ലേ? കറക്റ്റ് അല്ലേ? യെസ്. ചെയ്യാം, അതും മെത്തേഡ് ചെയ്യാം, ഡയറക്റ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ആള് കശ്നാഥേ പറഞ്ഞോട്ടാ. ഇതില് ഒത്തിരി പറയുന്നില്ലല്ലോ ഈ നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് ആണെന്ന് പറയുന്നത്. എ പി ആണെന്ന് പറയുന്നുണ്ട്. എ പി ആണെന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് ടേംസ് ആണെങ്കിൽ മാത്രമല്ല അത് എ പി ആവുള്ളൂ. അല്ല ഇപ്പോ ഒന്നാമത്തെ ടേം ഇപ്പൊ എക്സ് ആദ്യത്തെ ടേം 2x + 3 നാലാമത്തെ ടേം അങ്ങനെ ആയിരിക്കും. അങ്ങനെ പറയില്ലല്ലോ, അപ്പൊ അത് എ പി ആവില്ലല്ലോ. ക്ലിയർ? ആ ഡിഫറൻസ് എല്ലായിടത്തും വരണമെന്നില്ലല്ലോ. ആർ ഇൻ എ പി എന്നാ പറയുള്ളൂ കേട്ടോ. 3 കോൺസിക്യൂട്ടീവ് ആവണം. യെസ് ഫൈൻ. അടുത്ത സമീഹ പറഞ്ഞോളെ. ഞാൻ അതറിയില്ല, അത് അപ് ടു യു. എനിക്ക് ഈ മെത്തേഡാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആവണത് ഈ മെത്തേഡില്ല. അപ്പൊ ഏതായാലും കുഴപ്പമുണ്ടാവില്ല കേട്ടാ. സമീഹയ്ക്ക് ഏതാണോ കൂടുതൽ എളുപ്പം അത് വെച്ച് ചെയ്താൽ മതി. ഇന്ന മെത്തേഡ് 2 മെത്തേഡ് എഴുതിയാലും മാർക്ക് കിട്ടും. ഇനി മൂന്നാമത്തെ മെത്തേഡ് നേരത്തെ പറഞ്ഞ പോലെ എ പ്ലസ് 2d = 3d എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മാർക്ക് കിട്ടും. ഒക്കെ ഒരേ മെത്തേഡ് തന്നെയാണ്. കറങ്ങി തിരിഞ്ഞ് വരുന്നതൊക്കെ എന്താ ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും കറങ്ങി തിരിഞ്ഞ് അവസാനം വരുമ്പോൾ ദാ ഈ ഒരു സ്റ്റെപ്പിലേക്ക് തന്നെ വരുന്നില്ലേ? ക്ലിയർ? എല്ലാ മെത്തേഡും കറക്റ്റ് ആണ് കേട്ടോ. യെസ്. സാത്വിക. യെസ് മക്കളെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു വരാം കേട്ടോ. വേഗം തിരിച്ചു വരണം, കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. വേഗം ആവട്ടെ. സാത്വിക വേഗം പറഞ്ഞോ. മതി. അത് ഇവിടെ പ്രശ്നം ഉണ്ടാവുക എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യിക്കുമ്പോൾ ഈ മൈനസ് ഇതിനും ബാധകമാണ്. പറഞ്ഞോ. x - 2x എത്രയാ? x - 2x എന്ന് പറഞ്ഞാൽ 1x - 2x. ചെറുതിൽ നിന്ന് വലുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം എന്നാണ് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് അല്ലേ? Subtract the smaller one from the bigger one from the smaller one from the bigger one and put the sign of the bigger one. Am I right? Yes. അത്ര മാത്രം നോക്കിയാ പോരെ? സംശയം വരേണ്ട കാര്യമൊന്നുമില്ല. ആ തല അങ്ങോട്ട് കൊണ്ടുപോകാം, 2 അടി തരാം, അപ്പൊ ശരിയാവും. വേണ? യെസ് മക്കളെ, ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. തിരിച്ചു വന്ന് വീഡിയോ ഓൺ ചെയ്യാം കേട്ടോ. എല്ലാവരും വേഗം തിരിച്ചു വരിക, വേഗം തിരിച്ചു വന്ന് വീഡിയോ ഓൺ ചെയ്യുക. then അടുത്ത ക്വസ്റ്റൻ എഴുതിക്കോളൂ. വേഗാവട്ടെ. യെസ്, വേഗാവട്ടെ. 32 is divided into 4 parts. 32നെ ഡിവൈഡ് ചെയ്യാം 4 പാർട്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. പക്ഷെ ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ 4 പാർട്സ് എന്ന് പറയുന്നത്? എന്താണ്? വിച്ച് ആർ ഇൻ എ പി ആണ്. ആ 4 പാർട്ടുകളും എന്തിലാണ്? എ പിയിലാണ് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻ. ഇനി പറയുന്നത് എന്താണ്? എ പിയിലാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എ പിയുടെ 4 പാർട്സുകൾ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ് നോക്കുക. ദ 4 പാർട്സ് ശ്രദ്ധിക്കണം. എ പിയുടെ 4 പാർട്സുകൾ എ പിനെ 32 എന്ന് പറയുന്ന നമ്പറിനെ 4 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ വിച്ച് ആർ ഇൻ എ പി എന്ന് പറയുമ്പോൾ എ പിയിലെ 4 പാർട്സ് എങ്ങനെയായിരിക്കണം? a - 3d, a - d, a + d, എന്താണ്? a + 3d എന്ന് പറയുന്നതാണ് എ പിയുടെ ആ 4 പാർട്സുകൾ വരിക കേട്ടോ. അപ്പൊ 4 പാർട്സ് ആക്കിക്കോട്ടെ, 3 പാർട്സ് ആക്കിക്കോട്ടെ, 5 പാർട്സ് ആക്കിക്കോട്ടെ, 6 പാർട്സ് ആക്കിക്കോട്ടെ, അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണം. അപ്പൊ അത് എ പിയിലായിരിക്കണം എന്ന് പറഞ്ഞാൽ 4 terms of AP will be taken as a - 3d, a - d and a + d എന്നാണ്. അപ്പോ ഈ 4 നമ്പറും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുക? ആർക്കും അറിയാം? ഈ 4 നമ്പറും കൂടി 32നെ ഡിവൈഡ് ചെയ്ത് 4 പാർട്ടാക്കി. ഈ 4 പാർട്ടും കൂടി എത്ര കിട്ടും?
പറഞ്ഞ സാറെ വിളിച്ചേ. അർച്ചന, 4 പാട്ടും കൂട്ടി എത്ര കിട്ടും നമുക്ക്? 4 പാട്ടും കൂട്ടി കഴിഞ്ഞാൽ 32നെ ഡിവൈഡ് ചെയ്ത് 4 ഭാഗങ്ങളാക്കി. Don't bother about the a minus 3d, whatever it may be. This one part, 2 part, 3 part, 4 part. Okay. If you are adding all the 4 part together, അടി വാങ്ങും എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ പറയാണ് AP-നെ ഞാൻ പറയുകയാണ് ഏതെങ്കിലും ഒരു നമ്പർ എടുത്തു വിചാരിക്കേ, ഏത് നമ്പർ ആയിക്കോട്ടെ 4 ഭാഗങ്ങളാക്കി ഞാൻ ഡിവൈഡ് ചെയ്തു. 4 കൂട്ടി എത്ര കിട്ടും? ആ നമ്പർ കിട്ടും അല്ലേ? അപ്പൊ ഈ 4 കൂട്ടി എത്ര കിട്ടണം? 32 കിട്ടണം. അത്രേ ഞാൻ ചോദിച്ചുള്ളൂ. അപ്പൊ നോക്ക് മക്കളെ, AP-നെ 4 പാർട്ടാക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ we know that which implies നമുക്ക് എന്താ പറയാൻ പറ്റുക, ഈ 4 പാർട്ടുകൾ ഇവിടെ എങ്ങനെ കിടക്കുന്നുണ്ട്. ഈ 4 പാർട്ടിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് 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 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 32 കിട്ടണം. സോ നമുക്ക് എന്ത് കിട്ടി? -3d plus 3d minus d plus d ക്യാൻസൽ ആയി പോയി. 4a is equal to നമുക്ക് എത്ര കിട്ടുക? 32 എന്ന് കിട്ടും. a is equal to 32 divided by 4 is equal to എത്രയാണ് എന്ന് കിട്ടും? 8 ആണ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 8 എയുടെ വാല്യൂ കിട്ടിയില്ലേ മക്കളെ? യെസ്, എയുടെ വാല്യൂ കിട്ടിയില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ശബ്ദം കേൾക്കാനുണ്ട് എക്സ്ട്രാ? യെസ് ഫൈൻ. അപ്പൊ നോക്കാം, എയുടെ വാല്യൂ എത്രയാണ്? 8 ആണെന്ന് കിട്ടി. ക്ലിയർ അല്ലേ? യെസ്. ഇനി പറയുന്ന കാര്യം നോക്കണം കേട്ടോ. പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീം ഈസ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ മീൻസ്. അപ്പൊ എന്താ പ്രൊഡക്റ്റ് ഓഫ് ദി എക്സ്ട്രീം? എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ABCD ആണെങ്കിൽ ഈ 2 എക്സ്ട്രീമിൽ കിടക്കണേ, ഇതാണ് മീനിൽ വരിക. അപ്പോൾ ഈ 2 പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ഈ 2 പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 7:2. അപ്പൊ ഇവിടെ പറയാ പ്രോഡക്റ്റ് ഓഫ് ദി എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 2 പ്രൊഡക്റ്റ് ഓഫ് ദി എക്സ്ട്രീം. ദാറ്റ് ഈസ് a minus 3d according to the question, a minus 3d into a plus 3d എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്? പ്രൊഡക്റ്റ് ഓഫ് ദി എക്സ്ട്രീം ഈസ് 2 എന്ന് പറഞ്ഞ റേഷ്യോ ആണ്, ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് ദ മീൻസ് എന്ന് പറഞ്ഞാൽ മിഡിലെ 2 a minus d into a plus d ആണ്. ഇത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 7:15 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 7/15 എന്ന് കിട്ടും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. ഉറപ്പല്ലേ? പ്രൊഡക്റ്റ് ഓഫ് ദി എക്സ്ട്രീം ഈസ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദി മീൻസ്. അപ്പോ ഈ കിടക്കുന്നത് ഏത് ഫോർമാറ്റില? a plus 3d into a minus 3d, that is a plus b into a minus d is equal to a square minus b square ഫോർമാറ്റിലാണ്. ഡിനോമിനേറ്ററും a square minus b square is equal to 7/15 ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, 7/15 ആണ്. സെവൻ ബൈ 15 ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. എയുടെ വാല്യൂ എത്രയാ? 8 ആണ് അല്ലെ? അപ്പൊ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 8 സ്ക്വയർ മൈനസ് 3d സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9d സ്ക്വയർ ആണ് കേട്ടോ. നോക്ക, 9d സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 സ്ക്വയർ മൈനസ് d സ്ക്വയർ. d സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്രയാ? 7/15 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 into 8 സ്ക്വയർ. 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64. നോക്കാം, 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 ആണ്. 64 മൈനസ് 9d സ്ക്വയർ ഇസ് ഈക്വൽ ടു 7 into ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 64 മൈനസ് എന്താ കിട്ടുക? d സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുക. 64 മൈനസ് d സ്ക്വയർ ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക നോക്കുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 64 into വേണ്ട, ദാറ്റ് ഈസ് 15 into 64 മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 135d സ്ക്വയർ ആണ്, ഈക്വൽ ടു ഇത് എത്രയാ? 7 into 64
മൈനസ് നമുക്ക് എത്ര കിട്ടുക 7d² ആണ്. d² ഞാൻ ഒരുമിച്ച് കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ നോക്കുക, ഇവിടെ -7d² ഇവിടെ ഉണ്ട്. ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ +135d² ആണ് ഈക്വൽ ടു ഇവിടെ 15 × 64 ഇവിടെ ഉണ്ട്. ഇവിടേക്ക് എന്ത് കൊണ്ടുവരുന്നു 7 × 64 ഞാൻ കൊണ്ടുവരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുക എത്രയാ നോക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 128d² ആണ്. ഇവിടെ ആവുമ്പോ 64 ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്രയാ 15 - 7 ആണ്, അത് 8 ആണ്. അപ്പോ 64 × 8 is equal to 128d² ആണ്. ദാറ്റ് ഈസ് 512 equal to 128d² എന്ന് കിട്ടും. which implies d² is equal to എത്രയാ വരിക 512 divided by 128 ആണ്. that is equal to 4 ആണ്. അപ്പോ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്രയാ കിട്ടുക +or-2 എന്നാണ് നമുക്ക് കിട്ടുക. ക്ലിയർ ആണെങ്കിൽ കൈവച്ച് കാണിച്ചാൽ ഇവിടെ ഞാൻ എളുപ്പവഴി പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്ത് നോക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും 512 കിട്ടും. ക്ലിയർ ആണെങ്കിൽ കൈവച്ച് കാണിച്ചാൽ അവിടെ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ഡയറക്റ്റ് കിട്ടുന്നുള്ള രീതിയിൽ ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. രണ്ടും ചെയ്താലും സെയിം തന്നെയാണ്. അപ്പൊ ഡിക്ക് 2 വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, +2 എന്ന് പറയുന്ന വാല്യൂ കിട്ടിയിട്ടുണ്ട്, -2 എന്ന് പറയുന്ന വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ടും കണ്ടുപിടിക്കണം. ഓക്കെ, ഇഫ് നോക്കാട്ടാ, ഇഫ് d is equal to 2 ആണെങ്കിൽ d 2 ആണ്, a എന്ന് പറഞ്ഞാൽ എത്രയാന്ന് നമുക്കറിയാം 8 ആണ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് എത്രയാ നോക്കുക, that is equal to 8 - 3 × 2, 8 - 2, 8 + 2, 8 + 3 × എത്രയാണ് 2 എന്നാണ്. which implies നമുക്ക് എത്ര കിട്ടാൻ നോക്കാം, ദാ ഇവിടെ കിട്ടുക that is equal to 2, here it is 6, here it is 10, here it is 14 എന്ന് പറയുന്നതായിരിക്കും എന്തുണ്ടാവുക ഫസ്റ്റ് സീക്വൻസ് നമുക്ക് കിട്ടാം. അതല്ല if d equal to, ശ്രദ്ധിക്കുക, if d equal to -2 ആണ്, a equal to 8 ആണെങ്കിൽ 8 - 3 × -2, 8 - -2, 8 + -2, 8 + 3 × -2 എന്ന് പറഞ്ഞാൽ 14, 10, 6, 2 എന്ന് പറയുന്നത് റിവേഴ്സ് ഓർഡറിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, the 4 terms of the AP നമുക്ക് കിട്ടുക. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. യെസ്, വേഗം ആവട്ടെ കേട്ടോ. 14 × 10, 14 + 10, 24 + 6, 30, 32. ഇവിടെയും അങ്ങനെ തന്നെ. അപ്പോൾ 4 ടേംസ് എങ്ങനെയൊക്കെ ആവാം, 2, 6, 10, 14. തിരിച്ചാണെങ്കിലോ 14, 10, 6, 2 എന്ന് പറയുന്നതും ആയിരിക്കാം എന്നാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് കേട്ടോ. വേഗാവട്ടെ. ശ്രമിച്ചു അലക്സേ പറഞ്ഞു കൂട്ടാ. യെസ്, എന്താണ് യെസ്, അടുത്ത ആളെ യാസിനെ പറ, ഇവിടെ പറ. അത് നമ്മൾ ഓഡ് ആണെങ്കിൽ, ഓഡ് നമ്പർ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ്, ഈവൻ നമ്പർ ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആണ്. ആ ഒരു അത് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓഡ് ആണെങ്കിൽ അതിന് റൂൾ ഉണ്ട്, ഇപ്പൊ നോക്കണ്ട. അപ്പോ ഓഡ് നമ്പർ ആണെങ്കിൽ അത് എന്താണ് കണ്ടിന്യൂസ് ആണ്. അത് a - d, a + d കണ്ടിന്യൂസ് അല്ലേ. അത് അവിടുന്ന് തുടങ്ങിയാൽ മതി കേട്ടാ. ഒരെണ്ണം വിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വിട്ട് തുടങ്ങാം. അനുഗ്രഹ പറഞ്ഞ മോളെ. എ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദി എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ 2 എക്സ്ട്രീമില്, 2 അറ്റത്ത് കേൾക്കണ്ടോ, 2 അറ്റത്ത് കിടക്കണതിന്റെ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ 2 മിഡിലിൽ കിടക്കണതിന്റെ പ്രൊഡക്റ്റ്. മിഡിലിൽ കിടക്കണതാണ് എപ്പോഴും മീൻസ് എന്ന് പറയാം. കിട്ടിയാ? ആ 2 മീനുകളുടെ പ്രൊഡക്റ്റ് നമ്മൾ കണ്ടെത്തി. അത് 7/15 ആണ്. ആ റേഷ്യോ 7/15 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്.
ക്ലിയർ. ദെൻ നമ്മൾ അതിന് എന്ത് ചെയ്തു, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എക്ക് നമ്മൾ വാല്യൂ കൊടുത്തു. ഇത് രണ്ടെണ്ണത്തിനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഡി സ്ക്വയർ ഈക്വൽ ടു 512 എന്നാണ്. അപ്പൊ ഡിയുടെ വാല്യൂ ഇത്രയും പ്ലസ് ഓർ -2. ഓക്കെ, അപ്പൊ ഡി +1 +2 എ 8 ആണ്, ഡി +2 ആവാം -2 ആവാം. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഇതിൽ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്പേഴ്സ് കിട്ടും. കിട്ടിയ മോളെ? യെസ്, ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ മക്കളെ, എനിവേ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടാണ് വന്നത്. എനിവേ നമ്മുടെ സമയപരിമിതി ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിവേ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിവേ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ എക്സാം ടൈം ആണ്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ പാരൻസിനെ വിളിച്ച് എന്നിട്ട് പറഞ്ഞിരിക്കണേ നോട്ടെ, ക്വസ്റ്റ്യൻ കാണിച്ച് ക്വസ്റ്റ്യൻ നോക്കട്ടെ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലേ? ഫൈൻഡ് 4 പാർട്സ് ആണ് മക്കളെ. ഡിവൈഡ് 32 into 4 parts which are in AP എന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. which are in AP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ find the 4 parts. അതാണ് അതിന്റെ മീൻ ചെയ്യണം കേട്ടോ. യെസ്, ഓക്കെ. വേഗം തന്നെ പാരന്റ്സിനൊക്കെ അടുത്തെടുത്താൽ ഗെറ്റ് റെഡി ഫോർ ദ എക്സാമിനേഷൻ. ഓക്കെ, താങ്ക് യു.